ഹലോ! ഹെഡ്മിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാനിപ്പോൾ അടുപ്പിച്ച് 2 വ്ളോഗ് ഇട്ടിരുന്നു. മൂന്നാമത്തെ വ്ളോഗാണ്. പക്ഷെ പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്നുകൂടി പ്രസ് ചെയ്യുന്നുണ്ട്. അത് അൺസബ്സ്ക്രൈബായി പോകുന്നുമുണ്ട്. അങ്ങനെ സംഭവിക്കരുത് കേട്ടോ. ഇതിപ്പം റെഗുലറായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും, എന്നെക്കുറിച്ച് അറിയാവുന്നവർക്കും അറിയാം. അച്ചാർ ബിസിനസ്സാണ്. അപ്പം മാങ്ങ കണ്ടപ്പോൾ മനസ്സിലായി കാണും അച്ചാർ ഇടാൻ വേണ്ടിയാണെന്ന്. ഇതെന്ന് പറയുന്നത് ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് കഞ്ഞി കൊടുക്കാനായിട്ട് ഒരിടത്തു നിന്ന് എനിക്ക് മാങ്ങാച്ചാർ വേണമെന്നും പറഞ്ഞ് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 9-10 കിലോ മാങ്ങാച്ചാറെങ്കിലും വേണം. അതിനു വേണ്ടി നല്ല ഫ്രഷ് ഇപ്പം പറിച്ചുകൊണ്ട് വന്ന മരത്തിൽ നിന്ന് ഇപ്പം പറിച്ചുകൊണ്ട് വന്ന നല്ല കറയോടുള്ള മാങ്ങയാണ്. അപ്പോൾ അത് വെയിറ്റൊക്കെ നോക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ 2 ദിവസം എനിക്ക് മാങ്ങയുടെ പണിയാണ്. മാങ്ങാച്ചാർ ഇടക്കം കഴിഞ്ഞ ആഴ്ച ഞാൻ മാങ്ങാച്ചാർ ഇട്ടിരുന്നു. അത് ഫുൾ തീർന്നു. ഇനി ഒറ്റ 1 കിലോയോടുണ്ട്. അതെടുക്കാൻ നാളെ ആൾ വരും. അപ്പോൾ എത്രയൊക്കെ അച്ചാറുണ്ടെങ്കിലും എനിക്ക് നോൺ വെജും വെജും കമ്പയർ ചെയ്യുമ്പോൾ, നോൺ വെജ് നോക്കിയാലും ബീഫോ മീൻ മാങ്ങ നാരങ്ങ നെല്ലിക്ക ഏതൊക്കെ അച്ചാറുകളുണ്ടെങ്കിലും എനിക്കിഷ്ടം മാങ്ങ അച്ചാറാണ് കേട്ടോ. ഒരു ഇച്ചിരി മാങ്ങ അച്ചാർ മാത്രം മതി ചോറുണ്ണാൻ. ഞാൻ ദാഹിക്കുമ്പോഴൊക്കെ നെല്ലിക്ക കാന്താരി ഉള്ളപ്പോൾ അതുടച്ച് വെള്ളം കുടിക്കുമായിരുന്നു. പച്ചവെള്ളത്തിൽ ഉടച്ച് ഉപ്പിട്ട് കുടിക്കുമായിരുന്നു. മാങ്ങാച്ചാറുണ്ടെങ്കിൽ സ്ഥിരം മാങ്ങാച്ചാറാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന്. ഇതിപ്പോൾ നാളെ വരുന്ന ആ പാർട്ടിക്ക് വേണ്ടി കുപ്പിയിലോട്ടാക്കി വെച്ചിരിക്കുകയാണ്. വീട്ടിലെ ആവശ്യത്തിനാണ്. ഇത് പച്ചരി. ഞാൻ അത്യാവശ്യം എൻ്റെ അടുത്ത് പറയുന്നവർക്ക് അരിപ്പൊടി പുട്ടുപൊടി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് അരി വെള്ളത്തിലിട്ടിരിക്കുന്നതാണ്. ഒരു 4-5 മണിക്കൂർ കുതിർക്കും. അതിനുശേഷം വെള്ളം വലാൻ വെച്ചിട്ട് മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ അത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. കാരണം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വെയിലത്ത് വെക്കണം. ഇപ്പോഴത്തെ വെയിൽ നല്ല ചൂടുണ്ട്. ഇത് ഞാൻ ഷോർട്ടായിട്ടിട്ടിരുന്നു കേട്ടോ. കണ്ടവർ കാണും, കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു ടിപ്പാണ്. ഇത് അരിയുടെ പൊടിയാണ് കേട്ടോ. പുട്ടിന് വേണ്ടി നമ്മൾ നനച്ചതിൻ്റെ ബാക്കി ഡയറക്റ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കില്ലേ. അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ പിറ്റേന്ന് എടുക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ഏത് പാത്രമാണോ ആ പാത്രത്തിലോട്ട് പുട്ടുപൊടി ഇട്ട ശേഷം ഇതുപോലെ ഇത്തിരി ഒന്ന് വെള്ളം നനച്ച്, പിന്നെ ഇളക്കരുത് കേട്ടോ. വെള്ളം ഒന്ന് തളിച്ച ശേഷം അതുപോലെ അടച്ചങ്ങ് ഫ്രിഡ്ജിൽ വെക്കുക. പിറ്റേന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ആ വെള്ളമൊക്കെ ആ പൊടി അങ്ങ് വലിച്ചെടുത്ത് നമുക്ക് പിന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യത്തെ ദിവസം എങ്ങനെ പുട്ടുണ്ടാക്കുന്നോ അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നീട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നും ഈ പൊടി എടുത്ത് ഉണ്ടാക്കുമ്പോൾ. പലരും പുട്ടിനൊക്കെ പൊടി നനച്ച ശേഷം, ഞാൻ തന്നെ ടിപ്പ് ഇട്ടിട്ടുണ്ട് സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട്, മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ മതി. പക്ഷെ അരിയുടെ എങ്ങനെ കറക്കുമോ അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഗോതമ്പിൻ്റെ നനച്ച ശേഷം കട്ട പിടിക്കുന്നു എങ്കിൽ കുറച്ചുകൂടി പൊടിയിട്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ അതായത് പൾസ് ചെയ്തെടുക്കാറുണ്ട്. പക്ഷേ ഇതതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അരിപ്പൊടി അങ്ങനെ ചെയ്യുമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഇതതിൻ്റെ യാതൊരു ആവശ്യമില്ല. നല്ല സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് പുട്ട് കിട്ടും. ഇതുവരെ ഇങ്ങനെ ഫ്രിഡ്ജിൽ പൊടി വെച്ചിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ വീണ്ടും നനയ്ക്കേണ്ടി വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കട്ടിയാവുന്നു പുട്ടെന്നൊക്കെ പറയുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. നല്ലൊരു സിമ്പിൾ ടിപ്പാണ്. ഞാൻ ഷോർട്ടായിട്ട് ഇട്ടിരുന്നു. റെഗുലറായിട്ടുള്ള വ്യൂവേഴ്സ് പലരും അത് കണ്ടിട്ടുണ്ട്. നിങ്ങൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ബെൻസി വലിയ വ്ളോഗ് ഇടാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ ഷോർട്ടെങ്കിലും ഇടുന്നു. അപ്പോൾ ഞാൻ മാക്സിമം ഒന്നിടവിട്ടെങ്കിലും ഷോർട്സ് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ദിവസത്തിലെ കേട്ടോ, കുറേ ദിവസത്തെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള ഒരു വ്ളോഗാണ്. ഇത് പാവയ്ക്ക മേടിച്ചപ്പോൾ ഞാനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഉണങ്ങി നോക്കിയതാണ് കേട്ടോ. ഇത് പാവയ്ക്ക ആവി കയറ്റിയല്ല, പച്ചയ്ക്ക് തന്നെ ഇത്തിരി ഉപ്പിട്ട് ഒന്ന് ഇച്ചിരി നേരം വെച്ച ശേഷം ഈ പാത്രത്തിലിട്ട് നിറച്ചുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 1-1.5 കിലോയോളം ഉണക്കിയപ്പോഴാണ് ഇത്രയും കിട്ടിയത്. ഒരു 100 ഗ്രാം പോലും ഇല്ലെന്നേ. പക്ഷെ കുറച്ച് കൂടുതൽ ഉണങ്ങിപ്പോയി. ഇത്രയും ഉണങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ പച്ചയ്ക്ക് തന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഞാനും ജോസാനും ഒക്കെ വെയിലത്ത് മുറ്റത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ പറക്കി കഴിക്കുകയാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം ഫ്രണ്ട് മുറ്റത്ത് വെയിലുള്ളിടത്താണ് വെച്ചിരിക്കുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പല വ്ളോഗിലും കാണിച്ചായിരുന്നല്ലോ, നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറയുടെ കയ്യിൽ നിന്നും പൊന്നാങ്കണ്ണി ചീര മേടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് വലിയ തൈ നിൽക്കുന്ന മുളക് തൈയാണേ. മുളക് ഞാൻ നട്ടതാണ്. കാരണം പൊന്നാങ്കണ്ണി ഒത്തിരി പൊക്കം വെക്കത്തില്ലല്ലോ, മുളക് തൈ വളർന്നങ്ങ് വലുതായിക്കോളുമല്ലോ, അതിനുവേണ്ടി.
അപ്പോൾ ഇതെല്ലാം വെറും 2 മൂട്ടിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത തൈകളാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതിൽ നിന്നും കട്ട് ചെയ്യുവാണ് തോരൻ വെക്കാനായിട്ട്. നല്ല ഒരു പിടി എനിക്ക് കിട്ടി. കാരണം നമുക്കിത് ഇഷ്ടംപോലെ തൈ ഉണ്ടാക്കാം. ഞാൻ അതും ഇതിൽ കാണിക്കുന്നുണ്ട്. ഒരു പാടുമില്ല കേട്ടോ. നമുക്ക് വളർന്നു വരുമ്പോൾ അതിൽ നിന്ന് ഓരോ തണ്ട് ഒടിച്ചെടുത്ത് അവിടെ തന്നെ സ്ഥലം എവിടെയാണോ അവിടെ തന്നെ ഒന്ന് ജസ്റ്റ് ആ മണ്ണിലോട്ടൊന്ന് കുഴിച്ച് വെച്ചാൽ മതി. ഒരു വളവും വേണ്ട, ഒന്നും വേണ്ട. വളരെ നന്നായിട്ടൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഇപ്പം ഭയങ്കര വെയിലാണല്ലോ, അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാം. എത്രയും കൂടുതൽ തൈകളുണ്ടോ അതനുസരിച്ച് നമുക്ക് ആഴ്ച ഒരു ദിവസമെങ്കിലും തോരൻ വെക്കാനുള്ള ഇല കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു മൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാണ് ഇത്രയും. ഒരു ചെടിയിൽ നിന്നും, അയ്യോ ഒരു മൂട്ടിൽ നിന്നല്ല, ഒരു ചട്ടിയിൽ നിന്നും. ഞാൻ ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഇപ്പം ഞാൻ ഗ്രോ ബാഗിലോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് തറയിൽ നടാൻ പറ്റില്ല കേട്ടോ. കൊട്ടൻ തറയാണ് ഞങ്ങളുടെ മുറ്റം എന്ന് പറയുന്നത്. മണ്ണ് എടുത്തിട്ട തറയാണിത്. അപ്പോൾ അതങ്ങ് നടന്നും വെള്ളം മഴ പെയ്തും അല്ലാതെയൊക്കെ അങ്ങ് തറഞ്ഞു നിൽക്കുകയെന്ന് ഒരു വിധത്തിൽ പദം വരത്തില്ല. അല്ലെങ്കിൽ ഇനി മഴ പെയ്യുമ്പോൾ ഒന്ന് കിളയ്ക്കാൻ പറ്റുമായിരിക്കാം. എങ്കിലും ഞാൻ ഓരോന്നൊക്കെ നട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഗ്രോ ബാഗിൽ നട്ട് തുടങ്ങി. എത്രയും നമുക്ക് തൈകൾ ഉണ്ടാവുന്നോ അത്രയും നല്ലതാണ്. നടാനും ഈസിയാണ്. ഞാൻ ഈ കാണിച്ച കണക്ക് തന്നെ ഇപ്പം എന്താണ്ട് എനിക്ക് എല്ലാ ചട്ടിയിൽ നിന്നും കിട്ടിയതാണ് ഇത്രയും. എന്ത് കിട്ടിയെന്ന് നോക്കിക്കേ. പക്ഷെ നമ്മൾ തോരൻ വെക്കുമ്പോൾ അത് അവിഞ്ഞു വരുമ്പോൾ ഇച്ചിരി ഉള്ളൂ, അത് വേറെ കാര്യം. എങ്കിലും നമ്മുടെ പറമ്പിൽ നിന്ന് ഇത്രയും കിട്ടിയില്ലേ, അത് തന്നെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ എന്താണ്ട് നട്ട് വെച്ചതെന്ന് പറയുന്നത് ഇങ്ങനെ വെറുതെ ഒന്ന് ഇച്ചിരി മണ്ണ് മാറ്റി അങ്ങോട്ട് താത്തൊന്ന് നട്ട് കൊടുത്താൽ മാത്രം മതി. ഈസിയാണ്. അപ്പം നിങ്ങളുടെ കയ്യിൽ 1-2 തയ്യേ ഉള്ളെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. അതിൽ നിന്ന് കിളുത്ത് വരുമ്പോൾ ഇതുപോലെ തൈകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ കട്ട് ചെയ്തതിൽ നിന്ന് നല്ല നല്ല തൈകൾ എടുത്ത് ഞാൻ എല്ലാ ചട്ടിയിലും അതിനനുസരിച്ച് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് സംഭവമായാലും നട്ട് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് വെള്ളം നനച്ച് കൊടുക്കണം. ഇപ്പോഴത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ആ നട്ട അത്രയും സമയം കൊണ്ടാണ് ആ മുറത്തിലിരുന്ന ഇല കണ്ടില്ലേ വാടി ക്ഷീണിച്ചു പോയി ആ ഇലകൾ. ഇത് എൻ്റെ കയ്യിൽ സ്റ്റാൻഡിങ് പൗച്ച്, നിങ്ങൾക്കെല്ലാവർക്കും അച്ചാർ മേടിക്കുന്നവർക്കറിയാം. കൂടുതലും കേരളത്തിന് പുറത്തോട്ടും വിദേശത്തോട്ടും പൗച്ചിലാണ് അയക്കുന്നത്. അപ്പോൾ 1/2 കിലോയുടെയും 1 കിലോയുടെയും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1/2 കിലോയുടെ മാത്രമേ വന്നിട്ടുള്ളൂ. അവരയച്ചപ്പോട്ട് പറഞ്ഞതും ഇല്ല 1 കിലോയുടെ സ്റ്റോക്ക് ഇല്ലാതെ പിന്നെ അയക്കാതെ. ഞാൻ പിന്നെ അവരുമായിട്ട് സംസാരിച്ച് ഉടനെ അയക്കാമെന്ന് പറഞ്ഞു. അപ്പം ധാരാളം പൗച്ചുകൾ ചിലവാകും. കാരണം ഇവിടുന്ന് വിദേശത്തോട്ടുള്ള പാക്കിങ് അറിയാൻ 2-3 സ്റ്റാൻഡിങ് പൗച്ചൊക്കെ ഇട്ടാണ് ലീക്കാവാതെ ഇവിടുന്ന് അയക്കുന്നത് കേട്ടോ. അപ്പോൾ അരി താണ്ടെ കഴുകി വെള്ളം വാലാനായിട്ട് കണ്ണോപ്പയിലോട്ടിട്ട് വെയിലിനെ നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി അങ്ങോട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. വെള്ളം വാലുന്ന സമയം കൂടി കുറച്ചു നേരം വെയിലത്തിരിക്കട്ടെ. അതിനുശേഷം വലിയൊരു അടപ്പിനകത്ത് നിരത്തിയിട്ടാണ് ഞാൻ ഉണക്കിയത്. അപ്പം നമ്മുടെ മുറ്റത്ത് ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത് ഇല കൊഴിച്ചിൽ കഴിഞ്ഞ് പൂക്കൾ കൊഴിയുന്ന സമയമാണ്. അതിനാണ് ഒരു നെറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ. ആ റബ്ബർ മൊത്തവും നമ്മുടെ മുറ്റത്തോട്ടാണ് ചാഞ്ഞ് കിടക്കുന്നത്. അതുകൊണ്ട് എന്തോ ഉണക്കാനിട്ടാലും ആ പൂക്കൾ മൊത്തം ആ മുറ്റത്താണ്. ഇവൻ സിറ്റൗട്ടിനകത്ത് വരെയും പൂക്കളാണ്. അത്രയ്ക്ക് കൊഴിച്ചിലാണ് അതിന്. അതുകൊണ്ട് ഒരു നെറ്റൊക്കെ ഇട്ട് സേഫ്റ്റി ആക്കി കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ ക്ലിപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം വലിയൊരു അടപ്പുണ്ട്, അച്ചാറൊക്കെ അടയ്ക്കുന്ന ഒരു അടപ്പുണ്ട് എൻ്റെ കയ്യിൽ. അതിനകത്താണ് നിരത്തി വെച്ച് ഞാൻ ഉണക്കിയതേ. അപ്പോൾ നമ്മുടെ ചീര തോരൻ വെക്കാനായിട്ട് നമ്മൾ സാധാ ചീരയൊക്കെ എങ്ങനെയാണ് തോരൻ വെക്കുന്നത് ആ സെയിം മെത്തേഡിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. വെളിച്ചെണ്ണ ഒഴിച്ചു, അതിനുശേഷം സവോള, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയിട്ട് ഒന്ന് വഴറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട്, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ മുളക് പൊടിയുടെ ഒന്നും ആവശ്യമില്ല. ഇളക്കി യോജിപ്പിച്ച് ഇലയും ഇട്ട് മസാലയ്ക്കായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടി ഇട്ടോന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഇത്രയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. നമ്മുടെ സ്വാദിഷ്ടമായ തോരൻ റെഡിയായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വിചാരിക്കുമായിരുന്നു ഡെയിലി ഇത്രയെങ്കിലും കിട്ടിയിരുന്നു എങ്കിൽ എന്ത് നല്ലതായിരുന്നു. ഇത് കണ്ണിന് കാഴ്ച കിട്ടുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. പൊന്നാങ്കണ്ണി എന്നാണല്ലോ പേര്. നക്ഷത്രങ്ങളെ കാണാം എന്നാണ് പറയുന്നത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ജോസേനെ എപ്പോഴും കളിയാക്കും, ഇനി തൊട്ട് നേരം നിനക്ക് കണ്ണാടി വെക്കണ്ടല്ലോ. എനിക്ക് ചെറിയ അക്ഷരങ്ങൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഞാൻ കണ്ണാടി വെക്കുന്നതിന് മുമ്പ് എനിക്ക് ഇത്രയും പ്രശ്നം ഇല്ലായിരുന്നു. അത്യാവശ്യം കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റുമായിരുന്നു കുഞ്ഞക്ഷരങ്ങൾ. പക്ഷെ ഇപ്പോൾ വെച്ച് കഴിഞ്ഞ് പിന്നെ ഉള്ളതുകൂടെ കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാക്കിയൊന്നും വായിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ ഇപ്പം വെച്ചങ്ങ് ശീലമായി. ഇത് മുഖത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു വല്ലാണ്ടാണ് എനിക്ക്. എപ്പോഴും ഇപ്പോൾ ഇത് വേണം എന്നുള്ളൊരു അവസ്ഥ. ദിവസം എപ്പോഴും എന്നെ വഴക്കുറയും. ഇവൻ വീട്ടിൽ പോയ അമ്മയും വഴക്കുറയും. ഇത് എന്തുവാണ് എപ്പോഴും ഇത് മുഖത്താണോ എന്ന് ചോദിച്ചിട്ട്. ഇതെന്താണെന്ന് നിങ്ങൾ മനസ്സിലായോ? കഴിഞ്ഞ വർഷം
ഞാൻ മാങ്ങ ഉണങ്ങിയായിരുന്നു, അടമാങ്ങയെന്ന് പറയും. അപ്പോൾ അത് ഉണങ്ങുന്ന വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്കതൊരു ഓർഡർ ആയായിരുന്നു, ആർക്കും കൊടുക്കല്ലേ, മാറ്റി വെച്ചേക്കണേന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മാറ്റി വെച്ച ആളിന് ഞാൻ കൊടുക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അടമാങ്ങയുണ്ടോ, എത്ര വേണേലും എടുത്തോളാം, തരണേന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ആ ഉള്ളത് ആ ആൾ അന്നേരേ പറഞ്ഞതുകൊണ്ട് വാക്ക് പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനെ അങ്ങ് മാറ്റി വെച്ചേക്കുമായിരുന്നു. അതിൽ നിന്ന് ഇത്രയും ഞാൻ മാറ്റി വെച്ചിരുന്നത് നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നറിയത്തില്ല. നോർത്ത് ഇന്ത്യൻ റെസിപ്പികൾ പലതും നോക്കിയാലും ആംചൂർ പൗഡർ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് ബോംബെ വെച്ചിട്ട്. മഹാരാഷ്ട്രൻസ്, മറാഠികൾ ഒരുമാതിരിപ്പെട്ട എല്ലാ കറികളിലും അവർ പുളിക്ക് പകരം ഇതാണ് ചേർക്കുന്നത്, ആംചൂർ പൗഡർ. ഈ പൗഡർ മറ്റൊന്നുമല്ല, നമ്മുടെ മാങ്ങ പൊടിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് ഈ പൊടിക്കുന്ന പർപ്പസിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ തൊലി ഇല്ലാതെ വേണം ഉണങ്ങി പൊടിക്കാനായിട്ട്. അന്നേരം ഞാൻ അന്ന് ഉണങ്ങിയപ്പോൾ അങ്ങനെയുള്ള ചിന്തയോടൊന്നുമല്ല, അടമാങ്ങയ്ക്ക് വേണ്ടി അങ്ങ് ഉണങ്ങിയെന്നേ ഉള്ളൂ. പക്ഷെ ഉണങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലൊരു ചിന്ത വന്നെങ്കിൽ ഇത്തിരി ഒന്ന് പൊടിച്ച് വെക്കാൻ വേണ്ടി മാറ്റി വെക്കാമെന്ന്. അപ്പോൾ അത് എടുത്തപ്പോൾ ഒരു തണുതണായിരിക്കുന്നു, ഒരു വഴുക പോലെ, പൊടിക്കാൻ പരുവല്ല. അങ്ങനെ ഇച്ചിരി ഒന്ന് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഒന്ന് വെയിൽ കൊള്ളിച്ച ശേഷം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ്. പരുവരായിരിക്കുന്നത്, തരിതരി പോലെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊലി ഉണ്ടായിരുന്നല്ലോ മാങ്ങയുടെ, അതുകൊണ്ടാണ് അങ്ങനെ ഫീൽ ആവുന്നത്. നിങ്ങളിങ്ങനെ ഉടക്കി വെക്കുന്നു എങ്കിൽ തൊലി ഇല്ലാതെ മാങ്ങ ഉണങ്ങിയ ശേഷം പൊടിച്ച് വെക്കണം. നമ്മൾ മാങ്ങ ഇടുന്ന എല്ലാ കറികൾക്കും ഇത് ചേർക്കാം കേട്ടോ, നല്ലതാണ്. പുളിയുള്ള എന്ത് സംഭവങ്ങൾക്കും ഈ പൊടി ചേർക്കാം. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസ് ഒരുമാതിരിപ്പെട്ട എല്ലാത്തിലും ഇത് ചേർക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ്, ഞാനത് കഴിച്ച് ശീലിച്ചത് കൊണ്ടായിരിക്കാം. എന്തായാലും ഞാൻ കുറച്ച് പൊടിച്ച് അത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. പുറത്ത് വെച്ചാൽ പൂത്തു പോകുമെന്ന് പേടിച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പം ജോസാൻ കുറച്ച് പച്ചക്കറി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. ഇത് കണ്ടോ, ഉള്ളിത്തണ്ട്. അപ്പം ഞാൻ നാട്ടിൽ വന്നേ പിന്നാണ് ഈ ഉള്ളിത്തണ്ട് യൂസ് ചെയ്യുന്നത്. നോർത്തിൽ ഒരിക്കലും ഈ ഉള്ളിത്തണ്ട് ഞാൻ കണ്ടിട്ട് പോലുമില്ല. നോർത്തിലെ ഉള്ളിത്തണ്ടെന്ന് പറയുന്നത് നമ്മുടെ സാധാ സവാളയില്ലേ, സവാളയോട് കൂടി വരുന്ന സവാളയുടെ ഉള്ളി ഇലയുണ്ടല്ലോ, അതാണ് വരുന്നത്. എനിക്കതാണ് ഇഷ്ടം, ഇതിനോട് എനിക്ക് അത്ര പ്രിയമില്ല. അപ്പം ഇത് ആ വെള്ള വഴുതന കുറച്ച് അരിഞ്ഞ് മെഴുക്ക് വരട്ടാനായിട്ട് ഭയങ്കര നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വഴുതന ഇങ്ങനെ വെള്ള വഴുതന, പച്ച വഴുതന ഉണ്ടല്ലോ, പച്ച കളറിലെ, അതൊക്കെ ഇങ്ങനെ മെഴുക്ക് വരട്ടുന്നത് നല്ലതാണ്. പക്ഷേ ഒത്തിരി അങ്ങ് കുഴച്ച് പോകരുത്. ഒരു അരപ്പരുവം വെച്ച് ഓഫ് ചെയ്യണം. കാരണം വഴുതനയാണ്, അത് ആ ചൂടത്തിരുന്ന് വീണ്ടും നല്ലതുപോലെ അങ്ങ് വേവും. അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ്, പച്ചമുളക്, സവാള ഒക്കെ ഇട്ട് കാസ്റ്റ് അയൺ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ്, കടയിലിരിക്കുന്ന ചില്ലി ഫ്ലേക്സ് മൊത്തം ഞാനാ തീർക്കുന്നത്. എന്നും ഓരോ പാക്കറ്റ് എടുത്തുകൊണ്ട് വരും, എളുപ്പമല്ലേ. എന്തെങ്കിലും മെഴുക്ക് വരട്ടി അല്ലെന്നുണ്ടെങ്കിൽ ചെറുപയർ തോരൻ, അല്ലെങ്കിൽ വൻപയർ തോരൻ, ഇതിനൊക്കെ ഇങ്ങനെയുള്ള ഈ ചില്ലി ഫ്ലേക്സ് നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ വറ്റൽമുളക് ഇടിച്ച് പൊടിച്ച് അതൊക്കെ മെനക്കേടല്ലേ. അതുകൊണ്ട് അങ്ങോട്ട് പോവുക, ഓരോ പാക്കറ്റ് എടുക്കുക. ഇതാണിപ്പോൾ ഇവിടുത്തെ രീതി. നല്ല എരിയുണ്ട് കേട്ടോ. അപ്പം കാസ്റ്റ് അയണിലായതുകൊണ്ട് തന്നെ ഞാനൊരു പകുതി ആയപ്പോഴേ ഇതാ ഓഫ് ചെയ്തിട്ടു. കാരണം നല്ല ചൂടുണ്ട് പാത്രത്തിന്. പക്ഷേ ഇച്ചിരി കൂടി മുമ്പേ ഓഫ് ചെയ്യണമായിരുന്നു. കാരണം ഇത് അവസാനം ഒന്ന് തണുത്ത് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടങ്ങ് കുഴഞ്ഞു പോയി. ഇത്രയും കുഴയുകയും വേണ്ടായിരുന്നു, ഇത്രയും ചെറുതും ആക്കണ്ടായിരുന്നു. എങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ആ വറ്റൽമുളക് ചതച്ചതും എല്ലാം കൂടെ ഒക്കെ ചേർത്തപ്പോഴത്തേക്ക്. അപ്പോൾ ഉള്ളിത്തണ്ട് കുറച്ചെടുത്ത് ഞാൻ തോരൻ വെക്കാനായിട്ട് അത് വലുതെല്ലാം രണ്ടായിട്ട് മുറിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ചിലതിനകത്തൊക്കെ പൂവുണ്ടായിരുന്നു, ആ പൂവൊക്കെ മാറ്റി. എനിക്ക് ഈ തോരനോട് അത്ര വലിയ പ്രിയമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മറ്റേതാണ് ഇഷ്ടം, നമ്മുടെ നോർത്തിൽ കിട്ടുന്ന സവാള ഉള്ളി നട്ട് ഉണ്ടാക്കുന്ന ഉള്ളിയില ഉണ്ടല്ലോ, അതിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു, സവാള അരിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചില്ലായിരുന്നു, ഞാൻ മേടിച്ച ആമസോണിൽ നിന്ന് മേടിച്ച പാത്രങ്ങൾ 3 ജോസാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാമെന്നൊക്കെ പറഞ്ഞിരുന്നു, ഇടണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ കുറേ സാധനങ്ങൾ ഞാൻ മേടിച്ചിട്ടുണ്ടല്ലോ, അതെല്ലാം ഉൾപ്പെടെ. ആ പാത്രമാണ് ഇത്, നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ഫ്രിഡ്ജിലെല്ലാം വെക്കുന്നത് ഈ പാത്രങ്ങളിലാണ് കേട്ടോ. 3 പാത്രങ്ങളുണ്ട്. 3ഉം കണ്ടാൽ ചെറുതെന്ന് തോന്നും, പക്ഷെ തുറപ്പം പാത്രങ്ങളാണ്, ഇഷ്ടം പോലെ സാധനങ്ങളും. അപ്പോൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയ ശേഷം അത് ഉള്ളി അരിയാനിരുന്ന് ഞാൻ ആ പാത്രം തീന്ന് മാറ്റാനായിട്ട് വിട്ടുപോയി. കാരണം നമ്മൾ കാസ്റ്റ് അയണിൽ എന്ത് ചെയ്താലും അത് ഉടനെ ആ പാത്രത്തിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ അതിനകത്ത് ഇരുന്ന് കറുപ്പ് കളറാവും. മെഴുക്കുവരട്ടിക്ക് ഒരുമാതിരി കറുപ്പ് കളർ കണ്ടില്ലേ, അത് കുറേ നേരം അതിനകത്ത് വെച്ചിരുന്നതാണ്, ഞാൻ വിട്ടുപോയി. അപ്പോൾ പാത്രം കഴുകി ഉടനെ തന്നെ അതങ്ങ് എണ്ണ തേച്ച് വെക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, കാസ്റ്റ് അയൺ എന്ത് ചെയ്താലും ഉടനെ കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ വെളിച്ചെണ്ണ പുരട്ടി വെക്കണം കേട്ടോ.
അപ്പോൾ തോരൻ വെക്കാനായിട്ട് പാത്രം വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിനുശേഷം സവാള ഉള്ളി, കറിവേപ്പില. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, കാരണം ഇത് പച്ചമുളക് ഇട്ടാൽ പച്ചമുളക് ഏത് ഉള്ളി ഏതെന്ന് അറിയാത്ത അവസ്ഥയാണ്. അരിഞ്ഞു വന്നപ്പോൾ ഏകദേശം ഒരു ബീൻസിൻ്റെ ലുക്കില്ലേ അതിന്. അപ്പോൾ ഇത് എണ്ണയ്ക്കകത്തിട്ട് ഏകദേശം നല്ലതുപോലെ ഞാനൊന്ന് വഴറ്റി കേട്ടോ, കാരണം ഇതിനകത്തൊന്ന് വെള്ളം ഇറങ്ങും. ഒരു 5 മിനിറ്റ് കൂടുതൽ എണ്ണയ്ക്കകത്തിട്ട് ഞാൻ വഴറ്റിയ ശേഷമാണ് ഈ അരപ്പിട്ടേക്കുന്നത്. അരപ്പിനകത്തും പ്രത്യേകിച്ച് ഒന്നുമില്ല, മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു, അടച്ചു വെച്ചു. ആവി വന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് ഇതിന് ഇത്തിരി വേവുണ്ട് കേട്ടോ, പെട്ടെന്ന് വേവില്ല, ഒരിത്തിരി വേവുണ്ട്. അതനുസരിച്ച് ഒന്നുകൂടെ 1-2 പ്രാവശ്യം ഇളക്കി അടച്ച ശേഷം ആവിയിൽ വേവിച്ചെടുത്തതാണ്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം ഓൾറെഡി തണ്ടിന് വെള്ളമുണ്ട്, അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി അതല്ല നിങ്ങളുടെ പാത്രത്തിൽ അടുക്കി പിടിക്കുന്നുവെങ്കിൽ ലേശം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിത്തണ്ട് തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഡിഷ് എന്നുള്ള രീതിയിൽ മീനച്ചാറും ബീഫച്ചാറും ഒക്കെ ഉണ്ടെങ്കിലും ഇപ്പം അതിനോടൊന്നും യാതൊരു പ്രിയമില്ല. ഞാൻ പറഞ്ഞല്ലോ, അച്ചാറുകളോടൊന്നും 2 പേർക്കും അത്ര പ്രിയമില്ല. എടുക്കുവാന്നേലും നമ്മുടെ നാരങ്ങ, വെളുത്തുള്ളി, അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മാങ്ങ ഉള്ളതുകൊണ്ട് മാങ്ങ എടുക്കാറുണ്ട് ഈ ദിവസങ്ങളിൽ. ഇപ്പോൾ ഉണക്കമീൻ അത് കുറച്ച് നമ്മുടെ കടയിലെ ആവശ്യത്തിന് വേണ്ടി കുറേ പേര് ഇപ്പം മീൻ കുറവാണല്ലോ, പച്ചമീൻ, അതുകൊണ്ട് ഉണക്കമീൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കടയിൽ എടുത്ത് വെക്കാനായിട്ട് കടയിൽ കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓരോ പാക്കറ്റ് എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പം നമ്മൾ മേടിച്ച പാത്രത്തിൽ ഏറ്റവും വലിയ പാത്രത്തിലാണ് ഈ തോരൻ ഇടുന്നത്. കണ്ടോ, അത്രയും തോരൻ ഇട്ടിട്ടും എവിടം വരെ എത്തിയുള്ളതെന്ന് നോക്കിക്കേ. ഞാൻ പറഞ്ഞില്ലേ, തുറപ്പൻ പാത്രമാണ്, ഫ്രിഡ്ജിൽ വെക്കാൻ ഭയങ്കര യൂസ്ഫുൾ ആണ് ഇത് കേട്ടോ. പല ഷേപ്പിൽ കിട്ടും. ഞാൻ ആപ്പിൾ ഷേപ്പാണ് മേടിച്ചത്, നിങ്ങൾക്ക് സ്ക്വയർ വേണമെങ്കിൽ അത് കിട്ടും. 3-4 ഷേപ്പിൽ ഈ പാത്രങ്ങൾ കിട്ടും. ഞാൻ ഫുള്ളി എന്താ പറയുന്നത്, ആർക്ക് വേണേലും റെക്കമെൻഡ് ചെയ്യുക ആ പാത്രം. അപ്പോൾ ഉച്ചക്കത്തേക്ക് ഇന്നലത്തെ ചക്കക്കറിയാണ് കേട്ടോ, അതും കൂട്ടി ഉച്ചയ്ക്ക് കഴിച്ചു. വൈകിട്ടത്തെ ജോലിയായിരുന്നു നെല്ലിക്ക പെരട്ട്. ഭയങ്കരമായിട്ട് ദിവസങ്ങളിൽ ചിലവാകുന്ന ഒന്നാണ് നെല്ലിക്ക പെരട്ട്. ഭയങ്കര ടേസ്റ്റ്. ഇത്തിരി സ്പൈസിയാണ് ഇപ്രാവശ്യം ഇട്ടിരിക്കുന്നത് കേട്ടോ, കാരണം നെല്ലിക്കയ്ക്ക് ഓൾറെഡി ഇച്ചിരി സ്പൈസി വേണമല്ലോ. അതുകൊണ്ട് അതത്ര വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒത്തിരി ആരും ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല കേട്ടോ. ഒത്തിരി സ്പൈസിയാണെന്നൊന്നും കാണുമ്പോഴേ അറിയാം, നല്ല സ്പൈസിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് എത്ര നാൾ വേണമെങ്കിലും പുറത്തിരിക്കും. നിങ്ങൾ നനഞ്ഞ സ്പൂണോ, എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന എല്ലാ അച്ചാറുകളും പുറത്ത് എത്ര നാൾ വേണേലും ഇരിക്കും. നനഞ്ഞ സ്പൂണോ കയ്യോ ഒന്നും തൊടാതിരുന്നാൽ മതി. ഇനി അതല്ല നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കണമെന്നുണ്ടെങ്കിലും വെക്കാം. ഈ സെയിം കൺസിസ്റ്റൻസിയിൽ തന്നെ ഫ്രിഡ്ജിലിരിക്കും, കാരണം നമ്മൾ നല്ലെണ്ണയിലാണ് ഇട്ടിരിക്കുന്നത്, വേറെ യാതൊരു എണ്ണയും യൂസ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. ഇന്നത്തെ വീഡിയോയിൽ കുറേ ചില്ലറ കാര്യങ്ങളുണ്ട്. വീഡിയോ കണ്ടിട്ട് എന്തുണ്ടെങ്കിലും കമൻ്റ് ഇടാൻ മറക്കല്ല്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.